ടു ലെജൻസ്. നമ്മുടെ പുതിയ ചേർന്ന വീഡിയോ ആണ് സ്റ്റാർട്ട്. നമ്മുടെ ഈവനിങ് വീഡിയോ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആട്ടോ. കറക്റ്റ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ്. മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു മെറ്റീരിയൽ ആട്ടോ. നമുക്ക് ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പം ജോർജറ്റ് ആണെന്ന് തോന്നിക്കത്തില്ല. നല്ല തിക്ക് ആയിട്ടുള്ള സൈസ് ജോർജറ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. നമുക്കൊരു പാർട്ടി വെയർ മോഡലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഭംഗി എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഡിസൈന് ബേസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഫ്രണ്ട് പോർഷനിൽ ചെറിയ ബീഡ്സ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭംഗി ശരിക്കും പറഞ്ഞാൽ അടുത്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ക്യാമറ വരുമ്പോഴത്തേന് അത്ര അങ്ങോട്ട് ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല. നേരത്തെ കാണാൻ നല്ല കുഞ്ഞ് കട്ട് ബീഡ്സിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഞാനത് അടുപ്പിച്ച് കാണിക്കാം. പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള 2 ഷെയ്ഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ മെറ്റീരിയലിൻ്റെ ആണല്ലോ ആ ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. നമ്മുടെ കോമൺ അല്ലാതെ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ. പിന്നെ ദുപ്പട്ടയാണെങ്കിലും സെയിം ഫാബ്രിക്, ജോർജറ്റിൻ്റെ തന്നെ തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മുടെ നോർമൽ ജോർജറ്റിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ആ ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സൈസ് ഒരു മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ അകത്ത് ഫുൾ ആ ഒരു ഫ്ലോർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബോർഡർ കാണാൻ നല്ല ആട്ടോ, കാരണം ഈ ഒരു സെയിം പ്രിന്റ് അത്യാവശ്യം നല്ല റേഞ്ചിൽ ഒരു 2000-3000 എബോയിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ രീതിയിൽ എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എല്ലാം കൂടെ നോക്കുമ്പോൾ ഭയങ്കര നല്ലൊരു സെറ്റാട്ടോ. ഇത് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല, ശരിക്കും തയ്ച്ചിടണം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ. അല്ലാതൊക്കെ ഉപയോഗിക്കാൻ നല്ല കേട്ടോ. ഇത് റഫായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഐറ്റം. ഇതിൻ്റെ നമ്പർ K465, റേറ്റ് 1280 1280. നമുക്കിത് 2 ഷെയ്ഡാണ് വന്നേക്കുന്നത്. നേരിട്ട് കാണാൻ എന്നെ അടിപൊളി ലുക്കാണെന്നറിയോ, കാരണം നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, കൂടിൻ്റെ അകത്ത് മാത്രം ഇങ്ങനത്തെ പ്രിന്റുകൾ നോർമലി വരാറ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതും ബ്ലാക്ക് പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ്റെ ടോൺ ആട്ടോ. ഇതും നല്ല രസമാണ്. കോമ്പിനേഷൻ ആണെങ്കിലും 2 കളേഴ്സും നല്ല ആട്ടോ. എനിക്ക് രണ്ടും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് കണ്ടതല്ല, നിങ്ങൾ തയ്ച്ചിടുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് മടക്കി വെച്ചേക്കുന്ന കേട്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലുറക്കും പറ്റും. അപ്പോൾ ഇത് യോക്ക് ഞാനല്ലാതെ മൊത്തത്തിൽ കാണിക്കുമ്പോഴത്തേക്ക് യോക്ക് കുറച്ച് ഇറങ്ങി വരും. നമുക്ക് ഈ ഒരു കറക്റ്റ് യോക്ക് വരുന്ന രീതിയിൽ തയ്ക്കുന്നതാണ് നല്ലത്. ഒത്തിരി ഇറങ്ങിയാലും കാഴ്ചയ്ക്ക് അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഹൈറ്റിലുറക്കാകുമ്പോഴും കറക്റ്റായിട്ട് തന്നെ വെട്ടുമ്പോൾ കിട്ടും. അപ്പം ഞാൻ വെച്ച് കാണിക്കുമ്പോൾ കുറച്ച് താന്ന് നിൽക്കും, അതുകൊണ്ടാട്ടോ. ഇതിൻ്റെ ഫുൾ വീല് തയ്ങ്ങി വരും. ബോർഡറിലാണെങ്കിലും സെയിം തന്നെ രീതിയിൽ. ഇതിൻ്റെ ബാക്ക് സൈഡും സെയിം ആട്ടോ. ഇതുപോലെ ആ ഒരു യോക്കിൻ്റെ പോർഷൻ പോലെ തന്നെ ബാക്ക് സൈഡിലും ഇത്രയും തന്നെ തെളിഞ്ഞ പ്രിന്റും ബാലൻസിൽ ലൈറ്റ് ആയിട്ടുള്ള പ്രിന്റും കൊടുത്തേക്കുന്നത്. തീരെ ലൈറ്റ് അല്ല, അടിപൊളിയായിട്ടുള്ള പ്രിന്റ്. ഫ്രണ്ട് പോർഷനിൽ ബീഡ്സ് ആണ് മൊത്തത്തിൽ വരുന്നത്. ഇതാട്ടോ. പിന്നെ കൈക്കുള്ളത് സെപ്പറേറ്റ് ഈ ഒരു പോർഷൻ വരും. ദുപ്പട്ട കണ്ടല്ലോ അല്ലേ, ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെ. ബോട്ടം വരുന്നത് ബോട്ടം വിത്ത് ലൈനിങ് ആട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ്റെ ടോണാണ്, ബ്ലാക്ക് അല്ല, ഒരു ഗ്രീനിഷ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. പിന്നെ നമ്പർ K467, റേറ്റ് 1280 1280.